Today's class we deals with Block 1, Unit 1, Foundations of Inquiry Based Learning. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാമാണ് ഡീൽ ചെയ്യുന്നത് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ്, റിസർച്ചറിന്റെ റോൾ എന്താണെന്ന് നമ്മൾ അറിയുന്നിരിക്കുക. ദെൻ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്യൂരിയോസിറ്റി ആൻഡ് ഇൻക്വയറി. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡീൽ വിത്ത് വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് ഇൻക്വയറി. 4 തരത്തിലുണ്ട്. ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ ഉണ്ട്. ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ തന്നെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിസിപ്ലിൻ, കൊമേഴ്സ് ഡിസിപ്ലിൻ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ. ഇങ്ങനെ 3 തരത്തിലുള്ള ഡിസിപ്ലിൻസും അതിന്റെ സബ് ഡിവിഷൻസും നമുക്ക് പഠിക്കണം. ദെൻ വി ഹാവ് ടു ഡീൽ വിത്ത് വാട്ട് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ 4 ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കിൽസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. ഈ 4 ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കിൽസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻക്വയറി, അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക എന്നുള്ളതാണ്. Then we have to know about what is the significance of questioning and answers in research inquiry. ഇല്ലേ, റിസർച്ച് ഇൻക്വയറിയിൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന്റെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ ഇൻ റിസർച്ച്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അറിയേണ്ടത്. എങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഫസ്റ്റ്, റോൾ ഓഫ് ദ റിസർച്ചർ. എന്താണ് റിസർച്ചറിന്റെ റോള്? റിസർച്ചർ എക്സ്പ്ലോർസ് ദ നോളജ് ബിയോണ്ട് ദ സർഫസ് ടു സീക്ക് മീനിങ് ആൻഡ് ട്രൂത്ത്സ്. They should remain insatiate with straightforward answers and constantly inquire. ഇല്ലേ, റിസർച്ചർ എപ്പോഴും എന്താണ്, ഒരു സർഫസ് ലെവൽ നോളജിൽ നിന്ന് പുറത്തേക്ക് മാറിയിട്ട് ഇൻഡെപ്ത് നോളജിനെ അന്വേഷിച്ച് ചെല്ലുന്നു. ഉള്ളിലുള്ള ആന്തരികമായ സത്യത്തെ അന്വേഷിച്ചാണ് ചെല്ലുന്നത്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ആൻസറിനെ സമീപിക്കുകയും അതിനോടൊപ്പം തന്നെ പാരലലായിട്ട് പല രീതിയിൽ ഇൻക്വയറി ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഇത് നമുക്ക് 2 മാർക്സിന് ചോദിക്കാം. ഡിഫൈൻ ദ റോൾ ഓഫ് ദ റിസർച്ചർ. ദെൻ കംസ് ടു ക്യൂരിയോസിറ്റി ആൻഡ് ഇൻക്വയറി. എന്താണ് ക്യൂരിയോസിറ്റി, എന്താണ് ഇൻക്വയറി? ക്യൂരിയോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാംക്ഷ, ഇൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജ്ഞാസ. ഈ ഇൻക്വയറിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത്. ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഇൻക്വയറി ഉണ്ടാകുന്നത്. ഇൻക്വയറി ബിഗിൻസ് വിത്ത് ക്യൂരിയോസിറ്റി, ഹ്യൂമിലിറ്റി അബൌട്ട് നോളജ് ആൻഡ് ദ വില്ലിംഗ്നെസ് ടു ബി കറക്റ്റഡ്. ഇല്ലേ, നമുക്ക് എപ്പോഴെങ്കിലും ഈ സംശയം എന്ന് പറയാം, സംശയമല്ല ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം അറിയാനുള്ള ആഗ്രഹം, അതാണ് ജിജ്ഞാസ. ഓക്കെ, അത് ആകാംക്ഷയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. സോ ഇൻക്വയറി ബിഗിൻസ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് ഇൻക്വയറി ബിഗിൻസ് വിത്ത് ക്യൂരിയോസിറ്റി, ഹ്യൂമിലിറ്റി അബൌട്ട് നോളജ്. അപ്പോഴും നമ്മൾ വളരെ ഹമ്പിളായിട്ട് വേണം, വളരെ എളിമയോട് വേണം നമ്മൾ നോളജിനെ സമീപിക്കാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള അറിവിനെ അത് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മൾക്കുള്ളിൽ ഉണ്ടാകണം. ഇനി എന്താണെന്ന് നോക്കാം. ക്യൂരിയോസിറ്റി ഡ്രൈവ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് പെർസ്യൂട്ട് ഓഫ് ദി ഡിസ്കവറി. ക്യൂരിയോസിറ്റി, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്യൂരിയോസിറ്റി നമ്മളെ പല ക്വസ്റ്റ്യനുകളിലേക്ക് നയിക്കുന്നു, അതുപോലെ തന്നെ പല കണ്ടെത്തലുകളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യുന്നു. Inquiry isn't starting from a clean slate, but building on existing knowledge and experience. ഇൻക്വയറി എന്ന് പറയുന്നത് ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, മറിച്ച് എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ട്. ആ എക്സിസ്റ്റിംഗ് നോളജിൽ നിന്നാണ്, പല എക്സിസ്റ്റിംഗ് നോളജിൽ നിന്നാണ് നമ്മൾ ഇൻക്വയറി നടത്തുന്നത്. അല്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല, മറിച്ച് എന്തൊക്കെയോ ഓൾറെഡി നോളജ് ഉണ്ട്, ആ നോളജിനെ ബേസ് ചെയ്ത്, അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂരിയോസിറ്റി ആൻഡ് ഇൻക്വയറി എന്ന് ഓർത്തിരിക്കുക. വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ഫോർ റിസർച്ച്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? എന്ത് മോട്ടിവേഷന്റെ ബേസിലാണ് ചെയ്യുന്നത്? സോ പല രീതിയിലുണ്ട്. ഒരാൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ ഒരാളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ട് റിസർച്ച് നടത്താം, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ റിസർച്ച് നടത്താം. So researchers are motivated by the belief that there is more to discover and learn. അല്ലേ,
ഇനിയും എന്തൊക്കെയോ കണ്ടുപിടിക്കാനിരിക്കുന്നു, എന്തൊക്കെയോ പഠിക്കാനിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നിന്നാണ് റിസർച്ചേഴ്സ് കൂടുതൽ മോട്ടിവേറ്റ് ആയിട്ട് അവർ റിസർച്ച് ചെയ്യുന്നത്. Inquiry spurred by the interest in specific problem and subject matter. So, അവരിൽ ചില പ്രത്യേക സബ്ജക്ട് മാറ്റേഴ്സിൽ ഒരു പ്രോബ്ലം, ഒരു സ്പെസിഫിക് പ്രോബ്ലം അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അവർ ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ പഠന വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് അതിലേക്ക് ഏർപ്പെടുകയും ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടും നമ്മുടെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റിസർച്ചിലേക്ക് കടക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ അറ്റ്മോസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഡിസ്കവർ ചെയ്യാനുള്ള ഒരു പ്രവണത, നമുക്ക് ഫർദർ നോളജ് അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് ഫർദർ മോട്ടിവേഷനിലേക്ക് നയിക്കുന്നത്. Then inquiry-based learning. Inquiry-based learning is essential in higher education and encourages thinking and curiosity. Inquiry-based ജിജ്ഞാസാഭൂരിതമായിട്ടുള്ള പഠനം അത് ഹയർ എഡ്യൂക്കേഷനിൽ വളരെ ആവശ്യമാണ്. അത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി ഇതിനെയെല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ 2 മാർക്സ് ക്വസ്റ്റ്യന് ചോദിക്കാം. അതൊക്കെയാണ് ഈ ചെറിയ ചെറിയ പോയിന്റുകളാക്കി കൊടുത്തിരിക്കുന്നത്. Asking questions and identifying research gaps. Inquire, ask questions with an open mind, aiming for discovery. ഒരു ഇൻക്വയറർ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ബയസ്, എന്തെങ്കിലും പൊളിറ്റിക്കൽ തന്നെ ആണോന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള ബയസ് വെച്ചിട്ട് അയാൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. They identify gap in their knowledge and recognize significant questions for exploration. അവര് ഒരു പർട്ടിക്കുലർ നോളജിൽ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടെത്തുകയും അവിടെ സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻസ് അവർ പാസ് ചെയ്യുകയും ചെയ്യുന്നു. Then wide exploration. Inquiry involves casting a wide net of information and perspectives, going beyond one's discipline. It requires exploring a broad range of resources and dialogues with knowledgeable individuals. ഇൻക്വയറി എന്ന് പറയുന്നത് അത് ഒരുപാട് ഒരു വൈഡ് നെറ്റ് ഓഫ് ഇൻഫർമേഷനിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ഒറ്റ ഡിസിപ്ലിൻ മാത്രം ഒതുങ്ങുന്നില്ല, പല ഡിസിപ്ലിനിലേക്ക് അത് വ്യാപിക്കുന്നു. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയും. Okay, it requires exploring a broad range of sources and dialogues with knowledgeable individuals. അല്ലെ, knowledgeable individuals, അറിവുള്ള ആൾക്കാർ, അവരുമായിട്ടുള്ള സംവാദങ്ങളിലൂടെ, അതുപോലെ അവരിൽ നിന്ന് സോഴ്സുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ പല മേഖലകളിലേക്കും എക്സ്പ്ലോർ ചെയ്ത് നമ്മളുടെ റിസർച്ചിന്റെ മേഖല വ്യാപിക്കാൻ കഴിയണം. അന്നേരം ഇതെങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് ഇപ്പോൾ ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് 5 to 10 പോയിന്റ്സ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് എഴുതണം. സോ ഇൻക്വയറി എന്താണ്, ക്യൂരിയോസിറ്റി എന്താണെന്ന് എഴുതണം, മോട്ടിവേഷൻ ഓഫ് റിസർച്ചർ എഴുതണം, ദെൻ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എഴുതണം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡന്റിഫൈങ് ഗ്യാപ്സ് ഇൻ ഇൻക്വയറി എഴുതണം, വൈ വി ഡൂയിങ് സച്ച് എൻ ഇൻക്വയറി ഇൻ റിസർച്ച്, അതാണ് വൈഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഡിഫൈൻ ഫൂക്കോസ് പെർസ്പെക്റ്റീവ് ഓൺ ക്യൂരിയോസിറ്റി. ഫൂക്കോ എങ്ങനെയാണ് ക്യൂരിയോസിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്യൂരിയോസിറ്റി ഇൻവോൾവ്സ് കെയറിംഗ് ഫോർ വാട്ട് എക്സിസ്റ്റ് ആൻഡ് വാട്ട് മൈറ്റ് എക്സിസ്റ്റ്. എന്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നു, എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു, ഇതാണ് ക്യൂരിയോസിറ്റിയിൽ അവർ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ. It includes sharpened sense of reality and determination to view things differently. ഇല്ലേ, നമ്മുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കാണാനും അതുപോലെ തന്നെ ഡിഫറെന്റ് വ്യൂ പോയിന്റ്, മറ്റൊരു ആംഗിളിൽ നിന്ന് അതിനെ വീക്ഷിക്കാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, ഇതാണ് ക്യൂരിയോസിറ്റിയിലൂടെ റിസർച്ചർ ചെയ്യുന്നത്. Curiosity embraces a passion for present and the disappearing, challenging traditional hierarchies of the important. ഫൂക്കോ പറഞ്ഞ ഇങ്ങനെയാണ്, ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ ഫോർ ദ പ്രസന്റ്, ഇല്ലേ, പ്രസന്റിൽ നിന്നുകൊണ്ട് കഴിഞ്ഞു പോയതിനെ, ഡിസപ്പിയറിംഗ് മീൻസ് കഴിഞ്ഞു പോയതിനെ നമ്മൾ എന്താ സ്വീകരിക്കുക. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്, ഹയറാർക്കിക്കൽ ആയിട്ടുള്ള, അതിന് ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പ്രസന്റിലെ കാര്യങ്ങളിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഡിസപ്പിയർ ആയിപ്പോയ പാസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 6 ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കുക. ദ ഫ്രഞ്ച് ഫിലോസഫർ മൈക്കൽ ഫൂക്കോ beautifully describes a few of curiosity's inherent characteristics.
Curiosity evokes care. It evokes the care one takes of what exists and what might exist. A sharpened sense of reality, but one that is never immobilized before it. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെയാണ് ഞാൻ ചുരുക്കി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഇവോക്സ് കെയർ, എന്തിനെയോ ഒന്നിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഒരു പ്രവണത ഇവോക്ക് ചെയ്യും. ഇറ്റ് ഇവോക്സ് ദ കെയർ വൺ ടേക്സ് ഓഫ് വാട്ട് എക്സിസ്റ്റ്. ഇപ്പോൾ നിലനിൽക്കുന്ന എന്തോ ഒന്ന് അതിനെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ വാട്ട് മൈറ്റ് എക്സിസ്റ്റ്, എന്തോ നിലനിന്നിരുന്നു അതിനെയും കെയർ ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതാണ് പറയുന്നത്, ഇറ്റ് ഷാർപ്പൺ സെൻസ് ഓഫ് റിയാലിറ്റി. ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തുണ്ട്? യാഥാർത്ഥ്യമുണ്ട്. ബട്ട് വൺ ദാറ്റ് ഈസ് നെവർ ഇമ്മൊബിലൈസ്ഡ് ബിഫോർ ഇറ്റ്, റെഡിനെസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് സറൗണ്ട്സ് us, സ്ട്രേഞ്ച് ആൻഡ് ഓഡ്. നമ്മൾക്ക് ചുറ്റും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട്. അതിനെ കണ്ടെത്തുക, അതിനെ മനസ്സിലാക്കുക, അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു റിസർച്ചറിന്റെ ധർമ്മമാണ്. സോ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ക്യൂരിയോസിറ്റി ഉടലെടുക്കുന്നത്. A certain determination to throw off familiar ways of thought and to look at the same things in a different way. അല്ലേ? സോ ചില കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ട്. ആ കാര്യങ്ങളുടെ മനസ്സിലാക്കാൻ പറ്റാതാകാതിരിക്കുന്ന ഒരവസ്ഥ, ഓക്കെ, മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്തില്ലാത്ത ആ ഒരു അവസ്ഥ, ആ ഒരു ഫെമിലിയർ ആകാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യുക? നമ്മൾ ത്രോ ഓഫ് ചെയ്യുക, നമ്മൾ മാറ്റുക. ദെൻ ലുക്ക് അറ്റ് ദ സെയിം തിങ്സ് ഇൻ എ ഡിഫറെന്റ് വേ. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കൂടെ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് നമ്മൾ അതിനെ മറ്റൊരു ആംഗിളിലൂടെ വീക്ഷിക്കുക. എ പാഷൻ ഫോർ സീസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ആൻഡ് വാട്ട് ഈസ് ഡിസപ്പിയറിങ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്താ ഇല്ലാതായത്? എ ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ ട്രഡീഷണൽ ഹൈറാർക്കീസ് ഓഫ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫണ്ടമെന്റൽ. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ട്രഡീഷണൽ ഹൈറാർക്കീസ്, പണ്ട് പുരാതനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകുക, ഒരിക്കലും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. കാരണം അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യത്തിനെയാണ് ഞാനിവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ക്യൂരിയോസിറ്റി ഇൻവോൾവ്സ് കെയറിംഗ് ഫോർ വാട്ട് എക്സിസ്റ്റ് ആൻഡ് വാട്ട് മൈറ്റ് എക്സിസ്റ്റ്. It includes sharpened sense of reality and a determination to view things differently from a different angle. Then curiosity embraces passion for the present. ഇല്ലേ? ഇന്നത്തേതിനെ സ്വീകരിക്കുക. ആൻഡ് ദ ഡിസപ്പിയറിങ്, ഇല്ലേ? കഴിഞ്ഞു പോയതിനെ, ഇന്നത്തേതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ചലഞ്ചിങ് ട്രഡീഷണൽ ഹൈറാർക്കീസ് ഓഫ് ദി ഇമ്പോർട്ടൻസ്, ഇല്ലേ? ഇമ്പോർട്ടൻസ് അനുസരിച്ച്, പ്രാധാന്യം അനുസരിച്ച് ട്രഡീഷണൽ ഹൈറാർക്കീസിനെ ചലഞ്ച് ചെയ്യുന്നു. പക്ഷെ അതിനെ ഒരിക്കലും പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നില്ല, നമ്മൾ അതിനെ ചലഞ്ച് ചെയ്ത് പുതിയതിലേക്ക് കണ്ടെത്തുന്നു. നമുക്ക് ഫൂക്കോയുടെ ക്യൂരിയോസിറ്റിയുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻക്വയറി ഇൻ വേരിയസ് ഡിസിപ്ലിൻ നോക്കാം. ഇൻക്വയറി ഇൻ വേരിയസ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 3 തരത്തിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്. ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിസിപ്ലിൻ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അതിൻ്റെ അകത്ത് ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോഷ്യോളജി, ഫിലോസഫി, then comes to economics and history. സോഷ്യോളജി, ഫിലോസഫി, ഇക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോഷ്യോളജിയിൽ വരുമ്പോഴത്തേക്ക് ഹ്യൂമൻ സോഷ്യൽ റിലേഷൻഷിപ്പിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും പറ്റിയിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. അവിടേക്ക് വരുമ്പോൾ ഫാമിലി സ്ട്രക്ചർ, ജെൻഡർ റോൾസ്, ഇൻഇക്വാളിറ്റി, കളക്റ്റീവ് ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും റിസർച്ചിന്റെ പഠനം നടത്തുക. അതിനോടൊപ്പം തന്നെ ഗ്രൂപ്പായിട്ടോ അണ്ടർസ്റ്റാൻഡ് ഹൗ ഗ്രൂപ്പ് ഫോം, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഒരു വർഗം എങ്ങനെ ഉണ്ടാകുന്നു, ഒരു ഗോത്രം എങ്ങനെ രൂപം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ് ഒക്കെ വരുന്നത് സോഷ്യോളജിയിലാണ്. ആൻഡ് ഹൗ ഇറ്റ് ഇവോൾവ് ഇൻ ദ സൊസൈറ്റി, അത് കാലക്രമേണ ആ ഒരു വർഗത്തിന് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു, ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ഇതെല്ലാം വരുന്നത് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആണ്. അന്നേരം സോഷ്യൽ റിലേഷൻഷിപ്പിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും പറ്റി സ്റ്റഡി നടത്തുന്നതാണ് സോഷ്യോളജി. Then comes to philosophy. Philosophy എന്ന് പറയുന്ന fundamental focus of questioning and logical reasoning ആണ് philosophy. Here we ask foundational queries about nature of being, ethics, justice, beauty and meaning. എത്തിക്സ്, ജസ്റ്റിസ്, ബ്യൂട്ടി, മീനിങ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് പറയുന്നതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇറ്റ് യൂട്ടിലൈസസ് കോൺസെപ്റ്റൽ അനാലിസിസ്, തോട്ട് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെന്റൽ അസംഷൻസ് അബൌട്ട് ദ വേൾഡ്. സോ
നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ, ഡിഡക്റ്റീവ്, ആർഗ്യുമെന്റേഷൻ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ നമുക്ക് നമ്മളുടേതായ ഒരു വ്യൂ പോയിന്റ് പറയാൻ പറ്റുന്ന മേഖലകളാണ് ഫിലോസഫിയിലുള്ളത്. സോ ഫിലോസഫി എന്ന് പറയുമ്പോൾ തത്വചിന്ത, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ്, അവിടെ എത്തിക്സ്, ജസ്റ്റിസ്, ബ്യൂട്ടി, മീനിങ് റിലേറ്റഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിലോസഫിയിൽ കൈകാര്യം ചെയ്യുന്നത്. ദെൻ കംസ് ടു ഇക്കണോമിക്സ്. ഇക്കണോമിക്സിൽ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, കൺസംഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ ഡേറ്റ, മോഡൽ, എക്സ്പ്ലോറേഷൻ ഇങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ വെൽത്ത് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് മോണിറ്ററി ഫ്ലോ എങ്ങനെയാണ്, അതിനെപ്പറ്റി സ്റ്റഡി നടത്തുന്നതാണ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ. ഒരു ഒരു ഇൻഡസ്ട്രിയിലുള്ള ഓർഗനൈസേഷണൽ ബിഹേവിയർ, മാർക്കറ്റ് ഫെയിലിയർ, ട്രേഡ്, ടാക്സേഷൻ, മോണിറ്ററി പോളിസി, ഡിമാൻഡ്, സപ്ലൈ ഇതിനെയൊക്കെ പറ്റി സ്റ്റഡി നടത്തുന്നതും എക്കണോമിക്സുകാരാണ്. ദെൻ കംസ് ടു ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ ഒക്കെ വരുമ്പോഴാണ് ഒരു മെറ്റീരിയൽ എവിഡൻസ്, ഫോർ എക്സാമ്പിൾ ഒരു പ്രൈമറി സോഴ്സ് എടുക്കുന്നു ഹിസ്റ്റോറിക്കലായിട്ട്. എൻ്റെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് നമ്മുടെ സോറി എൻ്റെ ഒരു എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അവര് തീസിസ് ചെയ്തിരിക്കുന്നത്, ഹിസ്റ്ററിയിൽ തീസിസ് ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് നടന്നിട്ടുള്ള ഒരു ലഹളയെ കുറിച്ചിട്ടാണ്. ലഹളയുടെ പേര് പെരിനാട് ലഹള എന്നായിരുന്നു. പെരിനാട് ലഹള. ആ ലഹളയെ കുറിച്ച് അവര് തീസിസ് തയ്യാറാക്കി. ലഹളയും അതിനുമായിട്ട് ഉൾപ്പെട്ട ചരിത്രവും അതുമായിട്ട് ഉൾപ്പെട്ട പല കാര്യങ്ങളും പല ഗ്രന്ഥങ്ങളും ക്രോഡീകരിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. സോ ഇതിലേക്ക് വരുമ്പോൾ മെറ്റീരിയൽ എവിഡൻസ്, അതുപോലെ തന്നെ പ്രൈമറി സോഴ്സസിൽ ഇതിൻ്റെയൊക്കെ ബേസിൽ ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യും. ഓക്കെ, ആർട്ടിഫാക്ട്സ്, ഓറൽ അക്കൗണ്ട്സ്, റെക്കോർഡ്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇതെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെയും കൾച്ചറിനും ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലൊക്കെയുള്ള ഇൻസൈറ്റ്സുകൾ എടുക്കാം. മീൻസ് അവരുടെയൊക്കെ അനുഭവ സമ്പത്ത് നമുക്ക് ശേഖരിക്കാം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അതിൽ പൂർണ്ണമായിട്ട് എന്തായാലും മനുഷ്യർ ഉൾപ്പെട്ടിട്ടുണ്ടാവും. മനുഷ്യന് ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ അവൻ്റെ അനുഭവം എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓറലായിട്ട് സ്വീകരിക്കാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് സ്റ്റഡി നടത്താം. അന്നേരം ഈ 4 ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കംസ് ടു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ഹ്യൂമൻ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യാൻ, ഹ്യൂമൻസിന്റെ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ അവരെ ഷേപ്പ് ചെയ്യാനും അവരുടെ കാഴ്ചപ്പാട് മാറ്റാനും ഒക്കെ സഹായിക്കുന്നത് അവരുടെ ഭാഷയാണ്. ഓരോ വ്യക്തികളുടെ ഭാഷ അനുസരിച്ച് അവരുടെ കൾച്ചറും അവരുടെ സ്റ്റാറ്റസും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് ലാംഗ്വേജിനെ ഷേപ്പ് ചെയ്യാനുള്ളതാണ്. അതുവഴി അവന്റെ തോട്ടിനെയും എക്സ്പ്രഷനെയും ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കുന്നു. ലിംഗ്വിസ്റ്റിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള എവല്യൂഷനെ പറ്റി സ്റ്റഡി നടത്തുന്നതാണ് ലിംഗ്വിസ്റ്റിക് റിസർച്ച്. അതെന്ന് പറയുന്നത് യുണീക് സ്ട്രക്ചർ ഓഫ് ഹിസ്റ്ററി ആണ് ഓഫ് ഈച്ച് ലാംഗ്വേജ് ഇൻഫ്ലുവൻസിങ് വേൾഡ് വ്യൂ ഓഫ് ഇറ്റ്സ് സ്പീക്കേഴ്സ്. ഓക്കെ, നമുക്ക് തന്നെ അറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പണ്ട് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തായിരുന്നു, മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തായിരുന്നു, ഇപ്പോൾ ആണ് മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്നത്. ഓരോ കാലഘട്ടങ്ങളിലും ലാംഗ്വേജിന്റെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അത് ഗ്രാമാറ്റിക്കൽ ചേഞ്ച് മാത്രമല്ല. ഗ്രാമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പിന്തുടരുന്നത് ലാറ്റിൻ ഗ്രാമറാണ്. കാരണം ലാറ്റിൻ ഗ്രാമറിനായിരുന്നു എക്കാലവും പ്രസക്തി. ഗ്രാജുവലി ലാറ്റിൻ ലാംഗ്വേജിന്റെ പ്രസക്തി കുറഞ്ഞു വന്നപ്പോൾ ഗ്രാമാറ്റിക്കലി ഇംഗ്ലീഷിലും വളരെ ചേഞ്ചസ് പ്രകടമായി. ഓക്കെ, ഇതെന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിന്റെ ഭാഷയിലെ എവല്യൂഷൻ എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, പഠന വിധേയമാക്കേണ്ടി ഇരിക്കുന്നു. സോ നമുക്ക് എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഒക്കെ സ്റ്റഡി നടത്തുന്നത് ലാംഗ്വേജിലാണ്. ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയാണ് വരുന്നത്. ദെൻ കംസ് ടു ലിറ്ററേച്ചർ. Literature offers various ways of using language to make meaning and provides insights into different cultures and experiences. Studying literature helps in understanding ourselves better and appreciating the changes in language and culture over time. അല്ലേ, ഒരു സാഹിത്യത്തെ പറ്റി പഠനം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പല കൾച്ചറിനെ പറ്റി മനസ്സിലാക്കുക, പല ഹ്യൂമൻ എക്സ്പീരിയൻസിനെ മനസ്സിലാക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും കാര്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഓരോ കാലഘട്ടങ്ങളിലും അതാത് സാഹിത്യം പല കാലഘട്ടങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സാഹിത്യങ്ങൾ വായിക്കുന്നതിലൂടെ അവരുടെ കൾച്ചറിനെ പറ്റിയും ലാംഗ്വേജിനെ പറ്റി അറിയാൻ
ആ ഒരു ദേശത്തിനെ പറ്റി അറിയാനും നമുക്ക് സാധിക്കുന്നു. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ദെൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, ഇല്ലേ? ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആ ഒരു പ്രോഡക്റ്റ് ശരിക്കും ജനം സ്വീകരിക്കുമോ, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ജനത്തിന് ആവശ്യമുണ്ടോ, ഇതിനെ പറ്റിയിട്ട് ആദ്യം നടത്തുന്ന ഒരു സ്റ്റഡി ഉണ്ട്. അതൊക്കെ കണ്ടക്ട് ചെയ്ത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ്. So, commerce and management studies should engage in inquiry research to understand people and their behaviors. ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? ജനങ്ങൾ ഒരു ഏരിയ വൈസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചില ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫർണിച്ചറിന്റെ ഒരു ഹബ്ബായിരിക്കും, ചില ഏരിയയിൽ ഇലക്ട്രോണിക്സിന്റെ ഒരു ഹബ്ബായിരിക്കും, ചില ഏരിയയിൽ കോളേജിന്റെ ഒരു ഹബ്ബായിരിക്കും, ഇല്ലേ? അന്നേരത്തേക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ആ ഏരിയ അങ്ങനെ, എന്തുകൊണ്ട് ആ ഏരിയയിലേക്ക് അങ്ങനെ ഒരു പ്രവണത വരുന്നു, ഇവിടെയുള്ള ആൾക്കാര് കൂടുതലും ഇങ്ങനെ ഹബ്ബായി തീരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാര് കൂടുതലും ആ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചു വരുന്നു, ആ ഒരു ഇൻഡസ്ട്രി അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ അടുത്തേക്ക് മറ്റൊരു സ്ഥാപനം ഇതല്ലാതെ വന്നു കഴിഞ്ഞാൽ ജനം അത് സ്വീകരിക്കുമോ, ഇല്ല? സോ ഇതിനെയൊക്കെ പറ്റി സ്റ്റഡി നടത്താൻ നമുക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റുകാർക്ക് സാധിക്കുന്നു. It includes surveys, interviews, studying psychology, sociology are essential for gaining insights of consumers and managers going beyond the surface facts. അല്ലേ? സർഫസ് ഫാക്ട്സിന് ഉപരിയായിട്ട് ജനങ്ങൾക്കിടയിൽ സർവേ, ഇന്റർവ്യൂ, സ്റ്റഡിയിങ് സൈക്കോളജി, സോഷ്യോളജി ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവര് പഠനം നടത്തുന്നു. Inquiry research fosters curiosity and a learning mindset, helping students question and learn continuously. It enables students to become wise managers, incorporating meaning and purpose into their studies and work. ഇൻക്വയറി റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സ്റ്റുഡൻസിനെ അവർക്ക് സ്വയം ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ലേണിംഗ് കണ്ടിന്യൂസ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എന്തുകൊണ്ടാ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന മാറ്റർ അതുപോലെ പഠിക്കാതെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ജനത, അതാണ് ശരിക്കും പറഞ്ഞ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ ദേ ബിക്കം വൈസ് മാനേജേഴ്സ്, അല്ലേ? അങ്ങനെയുള്ളവരാണ് ചിന്താശക്തിയുള്ളവർ വൈസ് മാനേജേഴ്സ് ആണ്. ദേ ഇൻകോർപ്പറേറ്റ് മീനിങ് ആൻഡ് പർപ്പസ് ടു ദ സ്റ്റഡീസ് ആൻഡ് വർക്ക്. അവരാണ് പല കാര്യങ്ങളിലേക്കും അർത്ഥവത്താക്കുന്നതും പല സ്റ്റഡീസിനെയും കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസിപ്ലിൻസ് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.